ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം നടക്കുന്നു. കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുൻ നേതാവ് സജി മഞ്ഞക്കടമ്പിൽ NDAയിലേക്ക് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുക്കുമെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. പുതിയ കേരള കോൺഗ്രസ് എന്ന നിലയിൽ പാർട്ടി രൂപീകരിക്കാനും തീരുമാനമായി. വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഒന്നുകിൽ LDFിലേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് എന്നത് ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ NDAയിലേക്ക് തൽക്കാലം ഇല്ല എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ, അതായത് രാജിവെച്ച ഘട്ടത്തിലടക്കം സജി ആവർത്തിച്ചത്. പക്ഷേ ഇപ്പോഴിതാ NDAക്ക് പിന്തുണ നൽകുന്നു. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ പിന്തുണ. എന്താണ് മറ്റ് തീരുമാനങ്ങൾ? തീർച്ചയായും ഇടത് വലത് മുന്നണികൾക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പ്രഖ്യാപനം ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് മന്ത്രി BN വാസവനും ജോസ് കെ മാണിയും ഒക്കെ സജി മഞ്ഞക്കടമ്പിലിനെ പുകഴ്ത്തി സംസാരിച്ചതാണ്. ജോസ് കെ മാണിയുടെ ഭാഷയിൽ പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ് സജി മഞ്ഞക്കടമ്പിലിനെ വിശേഷിപ്പിച്ചത്. ആ പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ ഇതാ NDAയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നിരവധി രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോട്ടയത്ത് സംഭവിക്കാൻ പോകുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഏതാണ്ട് ഇവിടെ ഒരു വലിയ യോഗം നടക്കുന്നു. അതിനുശേഷം ഈ ഒരു ആലോചനാ യോഗത്തിന് ശേഷം ഒരു പ്രഖ്യാപനത്തിന് ശേഷം തുഷാർ വെള്ളാപ്പള്ളി ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വേദിയിലേക്ക് ചേർന്നാൽ അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ JP നഡ്ഡ കോട്ടയത്ത് എത്തുന്നുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കാൻ JP നഡ്ഡ എത്തുന്നുണ്ട്. അങ്ങനെ JP നഡ്ഡയുടെ ഒക്കെ ഒരു സാന്നിധ്യത്തിൽ ഒരു NDA പ്രവേശനം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും അവിടെയാണല്ലോ ശ്രീജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യപ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ജോസ് കെ മാണി പറഞ്ഞത് പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ്. ഒരുപക്ഷെ ഇനി ഈ ജോസ് കെ മാണിയുടെയും VN വാസവന്റെയും ഇടത് നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ ഇത് മാറിയേക്കാം. സജി മഞ്ഞക്കടമ്പിലിനെ ചെറിയൊരു നേതാവായി കണ്ടേക്കാം. പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ്. ആ നിലയിലുള്ള സ്വാധീനമുണ്ട് സജി മഞ്ഞക്കടമ്പിലിന് എന്നാണ്. ഇപ്പോഴിതാ ഈ സഭകളുമായി കൂടുതൽ അടുത്തു നിൽക്കാൻ NDA ശ്രമിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗവുമായി സഭ കൂടുതൽ അടുപ്പത്തിന് ശ്രമിക്കുന്നു. ഈ NDA അടുപ്പത്തിന് ശ്രമിക്കുന്നു, BJP അടുപ്പത്തിന് ശ്രമിക്കുന്നു. അപ്പോഴാണ് ഒരുപക്ഷെ നേരിട്ട് BJPയിലേക്ക് ഇല്ല എങ്കിൽ പോലും NDAയുടെ ഭാഗമായി ക്രൈസ്തവ വിഭാഗത്തിന് കൂടി സ്വാധീനമുള്ള മേഖലയിൽ നിന്ന് ഒരു കേരള കോൺഗ്രസ് നേതാവ് എത്തുന്നു എന്നത് വലിയ നേട്ടമായി മാറില്ലേ NDAക്ക്? തീർച്ചയായും NDA സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് എന്ന് എടുത്ത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഒരു പാലാ മേഖലയിൽ പ്രാദേശികമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സജി മഞ്ഞക്കടമ്പിൽ. കരൂർ പഞ്ചായത്തിന്റെ 2 തവണ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതിനുശേഷം ളാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ താഴെ തട്ടിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനാവുകയും ഒക്കെ ചെയ്ത ആളാണ് സജി മഞ്ഞക്കടമ്പിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഞാൻ ദൃശ്യങ്ങൾ കൂടി കാണിച്ചാൽ ഇവിടെ വലിയ തിരക്ക് തന്നെ, അതായത് സജിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വലിയ തിരക്ക് തന്നെ ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയും. ഏതാണ്ട് 300ഓളം പേരെങ്കിലും ഈ യോഗത്തിന് എത്തും എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിൽ വിഭാഗത്തിന്റെ ഒരു പ്രഖ്യാപനം. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ സജി ഉണ്ട്, നമുക്ക് സജിയോട് ചോദിക്കാം, എപ്പോഴാ പ്രഖ്യാപനം? അല്ല, ഞങ്ങളുടെ യോഗ നടപടി ആരംഭിക്കുന്നേ ഉള്ളൂ. യോഗ നടപടി ആരംഭിച്ച് ഞങ്ങളുടെ ഒരു ചെറിയ ചർച്ചയുണ്ട്. ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാവും. ഒരു 11:30 11:30. ജോസ് കെ മാണി വിശേഷിപ്പിച്ച പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ NDAയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാർത്തകൾ. അല്ല, അതിപ്പോ ഞങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം പറയാം. ഇനി ജോസ് കെ മാണിയൊക്കെ നിലപാട് മാറ്റുമോ പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നുള്ളത്? അല്ല, അദ്ദേഹം എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞാൽ അദ്ദേഹത്തെ അന്ന് നിന്ന് പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ പല പ്രമുഖരും എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. അവർക്കെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം 11:30 ശേഷം പ്രഖ്യാപിക്കും. എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്ന പ്രയോഗം നടത്തിയത് ജോസ് കെ മാണിയാണ്. നല്ല വാക്കുകൾക്ക് നന്ദി എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. എന്തായാലും 11:30 ശേഷം രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അത് NDAയിലേക്ക് തന്നെ പോകുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. അത് വൈകാതെ അത് സംബന്ധിച്ചൊരു